ഹലോ. നമസ്കാരം. അപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മുടെ ട്രേഡിംഗ് ബ്രോക്കേഴ്സിനെ കുറിച്ചും ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പൊ ജസ്റ്റ് ഒരു ബിഗിനർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പം അഡ്വാൻസ് ആയിട്ടുള്ളവർക്ക് കാണണമെങ്കിൽ കാണാം. കാരണം ഇപ്പം പലരും പറയും ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, അറിയാത്തവരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അതാണ് ആദ്യം പറയുന്നത് കേട്ടോ. ഓക്കെ. സോ ട്രേഡിംഗ് ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ കോമൺ ഡൗട്ട് ആണ് FX അല്ല forex.com നമ്മുടെ ബ്രോക്കർ നമ്മൾ ഏതാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് സെറോദ അപ്സ്റ്റോക്സ് എന്ന് പറഞ്ഞ ബ്രോക്കറിൽ തന്നെ നമുക്ക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം അവൈലബിൾ ആണ്. അതിൽ തന്നെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഫോറക്സ് മാർക്കറ്റിൽ വരുമ്പോൾ നേരെ മറിച്ചാണ്. നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം വേറെ, ട്രേഡിംഗ് ബ്രോക്കർ വേറെ. അപ്പം എങ്ങനെയാണ് ഇതിലെ പ്രൊസീജിയർ എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഫോറക്സ് മാർക്കറ്റിൽ വരുവാണെങ്കിൽ ഒരു ബ്രോക്കറെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പം ഇഷ്ടംപോലെ ബ്രോക്കേഴ്സ് അവൈലബിൾ ആണ് ഫോറക്സ് മാർക്കറ്റിൽ. അതിൽ ഞാൻ പേഴ്സണലി ട്രേഡ് ചെയ്യുന്നത്, എന്റെ പേഴ്സണൽ അക്കൗണ്ട് ട്രേഡ് ചെയ്യുന്നത് FXTM ആണ്. സജഷൻ അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കറിന്റെ പേര് പറഞ്ഞെന്ന് മാത്രം. ഓക്കെ. അപ്പൊ എന്റെ ബ്രോക്കർ FXTM ആണ്. അങ്ങനെ ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട്. FXTM, എക്സ്നസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ബ്രോക്കറെ നമ്മൾ ആദ്യം സമീപിക്കുക. എങ്ങനെ പോവാ? നെറ്റിൽ കയറുക, വെബിൽ കയറിയിട്ട് FXTM എന്നോ എന്തെങ്കിലും ടൈപ്പ്. ഇപ്പൊ FXTM വേണ്ടവർക്കാണ് ഞാൻ ഈ വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ലൈനിൽ ലിങ്ക് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് അതിലോട്ട് പോകും. അപ്പൊ നമ്മൾ ആ ബ്രോക്കർ എടുത്ത് ആദ്യം പോകും. അപ്പൊ ബ്രോക്കർ എടുത്ത് ചെന്ന് കഴിയുമ്പോൾ ബ്രോക്കർ നമുക്ക് അക്കൗണ്ടുകളെ കുറിച്ച് പറയും. അക്കൗണ്ടുകളെ കുറിച്ച് പറയുന്ന പറഞ്ഞാൽ 2 ടൈപ്സ് ആണ് അവിടെ അക്കൗണ്ട് ഉണ്ടാവുക. ഒന്നെന്ന് പറഞ്ഞാൽ സ്പ്രെഡഡ് അക്കൗണ്ട്. സ്പ്രെഡഡ് അക്കൗണ്ട് അവിടെ അവൈലബിൾ ആയിരിക്കും. സ്പ്രെഡഡ് അക്കൗണ്ടും ആൻഡ് രണ്ടെന്ന് പറഞ്ഞാൽ നോൺ സ്പ്രെഡ് അക്കൗണ്ട് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് അക്കൗണ്ട് എന്ന് പറയും. നോൺ സ്പ്രെഡഡ് അക്കൗണ്ട്. അപ്പൊ രണ്ട് ടൈപ്പ് അക്കൗണ്ട്സ് ആണ് ബ്രോക്കറിന്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് സ്പ്രെഡ് അക്കൗണ്ടും ഒന്ന് നോൺ സ്പ്രെഡ്. ഈ നോൺ സ്പ്രെഡ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അഡ്വാൻസ് പ്ലസ് അഡ്വാൻസ് എന്ന് പറയും. അതിൽ വലിയ മാറ്റമൊന്നുമില്ല. അതില് ബ്രോക്കേഴ്സിന്റെ അടുത്ത് പോയിട്ട് നമ്മൾ ആദ്യം അക്കൗണ്ടോട് ചോദിക്കുമ്പോൾ രണ്ട് അക്കൗണ്ട് പറയുന്നു, സ്പ്രെഡ് ആൻഡ് നോൺ സ്പ്രെഡ്. ഈ സ്പ്രെഡഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ എടുക്കുന്ന അക്കൗണ്ടിൽ സ്പ്രെഡ് വളരെ കൂടുതലായിരിക്കും ആൻഡ് നമുക്ക് അവിടെ സ്പ്രെഡ് കൂടുതലാണെങ്കിൽ കമ്മീഷൻ ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഗോൾഡിൽ ട്രേഡ് എടുക്കാൻ വിചാരിക്കുക. ഈ സ്പ്രെഡ് അക്കൗണ്ട് ആണ് ഞാൻ സെലക്ട് ചെയ്തത്. സ്പ്രെഡ് അക്കൗണ്ട് ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പം എന്റെ സ്പ്രെഡ് അവിടെ ഒരു 30 പിപ്പ് അല്ലെങ്കിൽ 30 ടിക്സ് ആണോ, പിപ്സ് അല്ല, 30 ടിക്സ് എനിക്ക് അവിടെ സ്പ്രെഡ് ഉണ്ടാവും. ഈ 30 ടിക്സ് സ്പ്രെഡ് ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ കമ്മീഷൻ 0 ആയിരിക്കും. അതുകൊണ്ടാണ് അവർ സ്പ്രെഡ് കൂട്ടുന്നത്. എന്ന് വെച്ചാൽ എന്തിനാണ് ഈ സ്പ്രെഡ്? അവരുടെ കമ്മീഷൻ ആണ് സ്പ്രെഡ് ആയിട്ട് അവർ എടുക്കുക. ഇനി നോൺ സ്പ്രെഡ് അക്കൗണ്ട് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ സ്പ്രെഡ് ഉണ്ടാവില്ല, പകരം കമ്മീഷൻ ഉണ്ടാവും. അപ്പം എന്താണ് കമ്മീഷൻ? ചിലപ്പം ഒരു ലോട്ടിന്, ഡിപ്പെൻസ് ഓൺ നമ്മുടെ ബ്രോക്കേഴ്സിനനുസരിച്ചിരിക്കും. ചിലപ്പോൾ ഒരു ലോട്ടിന് $7 ആയിരിക്കും അവർ ചാർജ് ചെയ്യുന്നത് കമ്മീഷൻ ആയിട്ട്. ഓക്കെ. അപ്പൊ അത് ഡിപ്പെൻസ് ഓൺ ബ്രോക്കേഴ്സ് ആണ്. അപ്പം സ്പ്രെഡ് അക്കൗണ്ട് എടുക്കുവാണെങ്കിൽ കമ്മീഷൻ ഉണ്ടാവും, കമ്മീഷൻ ഉണ്ടാവില്ല, സ്പ്രെഡ് ഉണ്ടാവും. പക്ഷെ നോൺ സ്പ്രെഡ് അക്കൗണ്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് കമ്മീഷൻ ഉണ്ടാവും, സ്പ്രെഡ് കുറവായിരിക്കും. സ്പ്രെഡ് കുറവായിട്ടുള്ള അക്കൗണ്ടിലാണ് ട്രേഡ് ചെയ്യാൻ സുഖം. അപ്പൊ നമ്മൾ സ്പ്രെഡ് ആഡ് ചെയ്യുന്ന കുറച്ച് മതി, കുറച്ച് ആവശ്യമുള്ളൂ. നോൺ സ്പ്രെഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ 0 സ്പ്രെഡിൽ ഒരിക്കലും നമുക്ക് അക്കൗണ്ട് കിട്ടില്ല. ചെറിയൊരു സ്പ്രെഡ് എങ്കിലും എന്തായാലും ഉണ്ടാവും. ആ സ്പ്രെഡ് എന്ത് ചെയ്താൽ മതി? നമ്മുടെ ട്രേഡിനെ ആഡ് ചെയ്യുകയോ മൈനസ് ചെയ്യുകയോ ചെയ്താൽ മതി. അതെങ്ങനെ ചെയ്യണം എന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അറിയാത്തവർ എന്ത് ചെയ്യാവുന്ന ജസ്റ്റ് പോയിട്ട് കാണാൻ ശ്രമിക്കാം. ഓക്കെ. അപ്പൊ നോൺ സ്പ്രെഡും സ്പ്രെഡും പറഞ്ഞു. ഇനി ഈ നോൺ സ്പ്രെഡ് അക്കൗണ്ടിന് നമ്മളൊരു മിനിമം ഡെപ്പോസിറ്റ് ഒരു എമൗണ്ട് എന്തായാലും ഉണ്ടാവും. മിനിമം ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു $200, $300 മിനിമം ഡെപ്പോസിറ്റ് എന്നുള്ള ഒരു എമൗണ്ട് ഉണ്ടാവും. ഈ മിനിമം ഡോളേഴ്സ് എന്ന് വെച്ചാൽ $200 നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും. ആ ഡെപ്പോസിറ്റ് നമ്മൾ ചെയ്തതിന് ശേഷം നമുക്കൊരു 3 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞ് അത് വിഡ്രോ ചെയ്തെടുക്കാം. അക്കൗണ്ട് ആക്ടിവേഷന് വേണ്ടി മാത്രമാണ് $200. അതിനുശേഷം നമുക്ക് എന്താക്കാം? അത് വിഡ്രോ ചെയ്ത് അക്കൗണ്ടിലോട്ട് ഡയറക്റ്റ് എടുക്കാൻ പറ്റും. ഓക്കെ. അപ്പം നമ്മൾ അക്കൗണ്ട് സെലക്ട് ചെയ്യുമ്പോൾ നോൺ സ്പ്രെഡഡ് അക്കൗണ്ട് ആണെങ്കിൽ അതിന് ചാർജസ് ചിലപ്പോൾ ഉണ്ടാവില്ല. ചിലപ്പോൾ $10 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ 0 സ്റ്റാർട്ട് ചെയ്യാം. അത് ഡിപ്പെൻസ് ഓൺ നമ്മുടെ ബ്രോക്കേഴ്സ് ആണ്. അതുകൊണ്ടാണ് ഞാനത് കറക്റ്റ് ഒരു ഡിജിറ്റ് പറയാത്തത്. ഓക്കെ. അപ്പം ഇതാണ് കോമൺലി കണ്ടുവരുന്ന ഒരു അക്കൗണ്ടുകളെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ബ്രോക്കറുടെ അടുത്ത് സമീപിക്കുന്നപ്പോൾ രണ്ട് അക്കൗണ്ട് വരും. നമ്മൾ ഏത് സെലക്ട് ചെയ്യണം? നമ്മൾ തീരുമാനിക്കണം. സ്പ്രെഡ് അക്കൗണ്ട് വേണോ നോൺ സ്പ്രെഡ് വേണോ? നോൺ സ്പ്രെഡ് വേണേൽ $200 നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം. സ്പ്രെഡ് അക്കൗണ്ട് ആണ്, സ്പ്രെഡ് ഉണ്ടാവും, പക്ഷെ $10 കൊടുത്താൽ ചിലപ്പോൾ അക്കൗണ്ട് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ ബ്രോക്കർ എടുത്ത് പോയി ബ്രോക്കർ നമുക്കൊരു അക്കൗണ്ട് അലോട്ട് ചെയ്ത് തരുന്നു. അലോട്ട് ചെയ്ത് തരുമ്പോൾ അവർ നമുക്ക് ക്രെഡിഷ്യൽസ്, നമ്മളൊരു മെയിൽ ഐ ഡി കൊടുക്കും. നമ്മുടെ മെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ ക്രെഡിഷ്യൽസ് തരും. ഈ ക്രെഡിഷ്യൽസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ലോഗിൻ ചെയ്യുന്ന പോലത്തെ യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ്, ഇതിന് പറയുന്ന പേരാണ് ക്രെഡിഷ്യൽസ്. ഈ ക്രെഡിഷ്യൽസ് അവർ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ മെയിലിലോട്ട് അയച്ചു തരും. അപ്പൊ നമ്മുടെ ബ്രോക്കർ എടുത്ത് നമ്മൾ അക്കൗണ്ട് ക്രിയേഷൻ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ബ്രോക്കറിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ഐഡിയും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. അത് കൊടുത്തതിന് ശേഷം നമ്മൾ അത് ക്രിയേറ്റ് ചെയ്യുന്നു.
അപ്പൊ നമ്മൾ അവർക്ക് ഈ ഡെപ്പോസിറ്റും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ നമുക്ക് ഒരു ഐഡിയും പാസ്വേഡ് അയച്ചു തരുന്നു. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റയിലോ ഇതിലൊക്കെ ലോഗിൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഐഡിയും പാസ്വേഡും പോലെ ക്രെഡിഷ്യൽസ് അയച്ചു തരുന്നു. ഇനി നമുക്ക് മെയിൽ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് എവിടെയാണ്? ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളിൽ പോകേണ്ടതാണ്. അപ്പൊ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണുള്ളത്? നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് MT5 മെറ്റാ ട്രേഡിംഗ് 4. അതിന്റെ MT4 എന്ന് പറഞ്ഞാൽ മെറ്റാ ട്രേഡിംഗ് 4 എന്നാണ് അതിന്റെ ഷോർട്ട് നെയിം. MT4 ആൻഡ് MT5 എന്ന് പറഞ്ഞാൽ മെറ്റാ ട്രേഡിംഗ് 5. ഇതും ആൻഡ് ഇപ്പൊ പുതിയതായിട്ട് വന്ന സി ട്രേഡ്. ഇങ്ങനത്തെ കുറച്ച് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഈ മൂന്നെണ്ണമാണ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് MT4, MT5 ആൻഡ് സി ട്രേഡർ. ഓക്കെ, അപ്പം ഈ ഐഡി ആൻഡ് പാസ്വേഡ് നമ്മുടെ മെയിലിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ചെയ്യേണ്ടത് നമ്മുടെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള MT4ഓ MT5ഓ സി ട്രേഡറോ ഡൗൺലോഡ് ചെയ്യും. അപ്പൊ ഇതിൽ ഏത് സെലക്ട് ചെയ്യണമെന്ന് ബ്രോക്കർ തന്നെ ചോദിക്കും. ബ്രോക്കർ ഇവിടെ അക്കൗണ്ട് എടുക്കുമ്പോൾ ചോദിക്കും നിങ്ങൾക്ക് ഇതിൽ ഏത് പ്ലാറ്റ്ഫോം ആണ് വേണ്ടത്. ഞാൻ അതിൽ MT5 ആണ് സെലക്ട് ചെയ്തതെങ്കിൽ ഞാൻ ഇവിടെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് ഏതാ ഡൗൺലോഡ് ചെയ്യേണ്ടത്? MT5. ഞാനിവിടെ MT4 ആണ് സെലക്ട് ചെയ്തെങ്കിൽ ഞാൻ ഏതാ ഡൗൺലോഡ് ചെയ്യേണ്ടത്? MT4. സി ട്രേഡർ ആണ് സെലക്ട് ചെയ്തത്, നമ്മൾ ഏതാ ഡൗൺലോഡ് ചെയ്യേണ്ടത്? സി ട്രേഡർ. അപ്പൊ ഇപ്പൊ പ്ലേ സ്റ്റോറിൽ MT4 MT5 ഇല്ല, സി ട്രേഡർ ഉണ്ടാവുള്ളൂ. അപ്പൊ MT4 MT5 വേണമെങ്കിൽ അതിന്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഡൗൺലോഡ് ചെയ്യാം. അപ്പം അത് പണ്ട് ആപ്പ് സ്റ്റോറിൽ നിന്ന് പോയതായിരുന്നു, പക്ഷെ അത് 1-2 മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. ഓക്കെ, അതേപോലെ ഇതിലും മേ ബി തിരിച്ചു വരാം. ഓക്കെ, അപ്പം നമ്മൾ ബ്രോക്കറിൽ MT5 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പോയിട്ട് ഏതാണോ നമ്മളെ അലോട്ടഡ് ആയിട്ടുള്ളത് അത് ഡൗൺലോഡ് ചെയ്യും. ഞാൻ MT5 ഡൗൺലോഡ് ചെയ്യുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രോക്കറിൽ അക്കൗണ്ട് എടുക്കുന്നതും ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ക്രെഡിറ്റ്സ് കൊടുക്കുന്നു. അപ്പൊ MT5 ഡൗൺലോഡ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യണം? ഈ തന്നിട്ടുള്ള ഐഡി ആൻഡ് പാസ്വേഡ് MT5 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം. അപ്പൊ ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ കോമൺ ആയിട്ട് ഒരുപാട് പേര് കമന്റ് ആയിട്ട് ചോദിക്കുന്ന ഡൗട്ടാണ് എങ്ങനെ ഏതിലാണ് ട്രേഡ് ചെയ്യേണ്ടത്, ഏതിലാണ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഏതാണ്, ബ്രോക്കർ ഏതാണെന്ന് ചോദിക്കുന്നത്. അപ്പൊ ഇതൊരു ക്ലാരിഫിക്കേഷൻ ആയി എന്ന് തോന്നുന്നു. ഇനി അടുത്ത ചെയ്യുന്ന പരിപാടി എന്താന്ന് വെച്ചാൽ നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിന്റെ ക്രെഡിറ്റൻസ് എങ്ങനെ നമുക്ക് ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാന്നാണ് കാണിക്കുന്നത്. അപ്പം അതിന്റെ വീഡിയോ ഇപ്പൊ കാണിച്ചു തരാം, നോക്കുക. അപ്പൊ ആദ്യം ഞാൻ ഈ ഫോണിൽ എടുത്തിട്ട് എന്റെ MT5 ആണ് ഞാൻ കൊടുക്കുന്നത് വെച്ചാൽ MT5 ഓപ്പൺ ചെയ്തു. അതില് എനിക്ക് പുതിയ അക്കൗണ്ട് ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ ന്യൂ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അതിൽ ന്യൂ അക്കൗണ്ട് കൊടുക്കുന്നു. അതിനുശേഷം ന്യൂ അക്കൗണ്ട് കൊടുത്തതിന് ശേഷം അവിടെ എൻ്റർ കമ്പനി ഓർ സെർവർ നെയിം. അപ്പൊ നമുക്ക് ഈ ഐഡി ആൻഡ് പാസ്വേഡ് തരുമ്പോൾ അതിനകത്ത് സെർവർ എന്നൊരു ഓപ്ഷൻ കാണിക്കും. ആ സെർവർ ഒരു നെയിം ആയിരിക്കും കാണിക്കും. ഇപ്പം നമ്മളെ AGC മാർക്കറ്റ്, ഇതൊക്കെ ഒരു സെർവറാണ്. എന്തിന്റെ സെർവറാണ്? നമ്മുടെ ആൽഫ ക്യാപിറ്റൽ ട്രേഡിംഗിന്റെ സെർവറാണ് ഈ AGC എന്ന് പറയുന്ന AGC മാർക്കറ്റ്സ്. അപ്പൊ സെർവർ നെയിം അവർ തരും നമുക്ക്. ഇപ്പം ഫണ്ട് ആൻഡ് എക്സ്ചേഞ്ച് ആണ്, ഫണ്ട് ആൻഡ് എക്സ്ചേഞ്ച് സെർച്ച് ചെയ്താൽ അവിടെ അതിന്റെ സെർവർ വരും. അതിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ലോഗിൻ ID പാസ്വേഡ് കൊടുക്കുക. ഇപ്പൊ ആൽഫ ക്യാപിറ്റൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ സെർവർ AGC വന്നു. ഇവിടെ കണ്ടോ ലോഗിന്റെ അവിടെ അവർ തന്ന ലോഗിൻ ID പാസ്വേഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതില്ലാത്തവർക്ക് ഒരു ഡെമോ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. താഴെ ഏറ്റവും താഴെ കണ്ടോ മെറ്റാ ക്യൂ, ഇത് എല്ലാവർക്കും ഓപ്പൺ ആയിട്ട് വിസിബിൾ ആയിട്ട് ഉണ്ടാവും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ അതില് ഡെമോ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണുന്നത് കണ്ടോ, മേലെ ഡെമോ അക്കൗണ്ട്. ആ ഡെമോ അക്കൗണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന അതിൽ ഫസ്റ്റ് നെയിം അമൽ, മൊബൈൽ നമ്പർ, നിങ്ങളുടെ ഇമെയിൽ ID അവിടെ അടിച്ചു കൊടുക്കുക. അതില്ലെങ്കിൽ അത് നിങ്ങൾ പണ്ട് ലോഗിൻ ചെയ്താണ് അത് അവിടെ വന്നോളും. അതല്ലെങ്കിൽ അവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ആക്സെപ്റ്റ്. നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് എത്രയാണ്? 100K അക്കൗണ്ട് ആണോ വേണ്ടത്, 50K അക്കൗണ്ട് ആണോ, 25K, ഏതാ വേണ്ടത് സെലക്ട് ചെയ്യുക. അപ്പൊ ഞാൻ 50K ആണ്, 50K സെലക്ട് ചെയ്യുക. 100K ആണ്, 100K എന്ന് വെച്ചാൽ 1 lakh USD സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ആക്സെപ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു, രജിസ്റ്റർ. അത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഒരു ക്രെഡിറ്റൻസ് ഓപ്പൺ ആയിട്ട് വരും. ഇത് കണ്ടോ, ലോഗിൻ ID പാസ്വേഡ്. അതിനുശേഷം കോപ്പി ടു ക്ലിക്ക് ബോർഡ് കൊടുത്തു കഴിഞ്ഞാൽ, ഇത് ഞാൻ iOS-ലാണ് കാണിക്കുന്നത്, ആൻഡ്രോയിഡിൽ കുറച്ച് മാറ്റം ഉണ്ടാവും, പക്ഷെ കോമൺ ഇങ്ങനെ തന്നെയായിരിക്കും കാര്യങ്ങൾ. അതിനുശേഷം സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നു കേട്ടോ. സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ അമൽ ദേവ് KG, ദെൻ എന്റെ ബാലൻസ് 10,000 USD കണ്ടോ, പുതിയൊരു അക്കൗണ്ട് എനിക്ക് ഡെമോ അക്കൗണ്ട് ആണ് ക്രിയേറ്റ് ആയി. ഇനി ഇതില് എങ്ങനെയാണ് നമ്മൾ പെയറുകൾ ആഡ് ചെയ്യേണ്ടത്? അപ്പൊ ഞാൻ എന്റെ ലോഗിൻ IDയും കാര്യങ്ങളൊക്കെ എനിക്കിപ്പോ ബ്രോക്കർ എന്നാണ് കിട്ടുന്നതെങ്കിൽ, FXTM എന്നാണ് കിട്ടുന്നതെങ്കിൽ നമ്മുടെ മെയിലോട്ട് വരുന്നു. നമ്മൾ അത് എന്ത് ചെയ്യുന്നു? ആ മെയിലിൽ നിന്ന് ആ ക്രെഡിറ്റൻസ് എടുത്ത് ഇവിടെ ആ സെർവറും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്ത് ലോഗിൻ ചെയ്തു. ഇത്രേ ഉള്ളൂ കാര്യം. വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് കാണിച്ചു തരുന്നത്. ഇനി ഇതിൽ എന്റെ ബ്രോക്കേഴ്സിന്റെ ഇതിൽ ഞാൻ എന്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം കണക്ട് ചെയ്തു. ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പൊ ട്രേഡ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ MT5-ലോ MT4-ലോ സി ട്രേഡിലോ ആയിരിക്കും. ഞാനിപ്പോൾ ട്രേഡ് ചെയ്യുന്നത് MT5-ലാണ്. ഓക്കെ, അതിനുശേഷം എനിക്ക് ഇനി പേയേഴ്സ് ആഡ് ചെയ്യണം. ഇവിടെ ഒരുപാട് പേയേഴ്സ് നിങ്ങൾക്ക് കാണാം. ഇത് അൺവാണ്ടഡ് ആയ പേയേഴ്സ് ആണ്. നമ്മളിതൊന്നും ആവശ്യമില്ല. നമുക്ക് വേണ്ടത് മാത്രം വെച്ചിട്ട് ബാക്കി ഡിലീറ്റ് ചെയ്യാം. ഇവിടെ യൂറോ USD ഞാൻ വെച്ചു. GBP വേണമെങ്കിൽ ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട്, അതും വെക്കാം. GBP വെച്ചു. ഇനി അത് എല്ലാം ഡിലീറ്റ് ചെയ്യണം. എന്തിനാണെന്ന് വെച്ചാൽ ആദ്യം മുതൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ സെർച്ച് സിമ്പൽ, അവിടെ ഞാൻ GBP USD സെർച്ച് ചെയ്തു. ഇനിയിപ്പോ ഇത് ആൽഫ ക്യാപിറ്റലോ അല്ലെങ്കിൽ ഫണ്ട് ആൻഡ് നെക്സ്റ്റോ ഒക്കെ ആണെങ്കിൽ
നമ്മുടെ ബ്രോക്കേഴ്സ് മാറുന്നതനുസരിച്ച് അത് സെർച്ച് ചെയ്യുന്നത് മാറ്റം ഉണ്ടാവും. നമ്മൾ GBP/USD സെർച്ച് ചെയ്ത് .i ഒക്കെ കൊടുത്തു കഴിഞ്ഞാലാണ് ചില ബ്രോക്കേഴ്സിൽ കിട്ടുക. അപ്പൊ ആ ബ്രോക്കേഴ്സിനെ നമ്മളിവിടെ GBP സെർച്ച് ചെയ്യുമ്പോൾ അടിയിൽ വേറൊരു സിമ്പിൾ വരും, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ GBP എടുത്തു, പ്ലസ് കൊടുത്തു. എനിക്കിനി EUR/USD വേണം, EUR/USD സെർച്ച് ചെയ്തു, കിട്ടി. ഇനി എനിക്ക് ഗോൾഡ് വേണം, XAUUSD, ഇതാണ് ഗോൾഡിന്റെ സിമ്പിൾ കേട്ടോ. അതും കൂടെ സെർച്ച് ചെയ്തു. ഈ മൂന്നെണ്ണം ഞാനിവിടെ ആഡ് ചെയ്ത് വെച്ചു. ഓക്കെ, അതിനുശേഷം ഇവിടെ GBP തൊട്ടിപ്പുറത്ത് 2121 എന്നൊക്കെ പറഞ്ഞ് മാറുന്നുണ്ട്, അതാണ് സ്പ്രെഡ്. ഗോൾഡിന്റെ ഇവിടെ കണ്ട താഴെ 10 മേലോട്ടും താഴോട്ടായിട്ട് കാണുന്നത്, അതാണ് സ്പ്രെഡ്. അപ്പൊ ഈ സ്പ്രെഡ് എങ്ങനെ ആഡ് ചെയ്യണം എന്നൊക്കെ ഞാൻ ഓൾറെഡി പഠിപ്പിച്ചതാണ്, ഞാനത് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, അതിനുശേഷം ഇനി ഇതിൽ നമുക്ക് എങ്ങനെ ഒരു ട്രേഡ് പ്ലേസ് ചെയ്യാം. അപ്പൊ ആദ്യം ഞാൻ ആ പെയറിൽ പോയിട്ട് ഇപ്പൊ GBP ഞാൻ ട്രേഡ് ചെയ്യുന്നെങ്കിൽ GBP/USD എടുക്കുന്നു. അതിനുശേഷം ഇപ്പൊ ട്രേഡ് പ്ലാൻ ഒന്നും ഇല്ല, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. എനിക്കിവിടെ ഒരു ഡിമാൻഡ് സോൺ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതാണ് എന്റെ സോൺ. ഈ സോണിലാണ് എനിക്ക് എൻട്രി പ്ലേസ് ചെയ്യേണ്ടത്. ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇവിടെ സോൺ വരച്ചു വെക്കുന്നു. അതിനുശേഷം നമ്മുടെ ബൈ പൊസിഷൻ, ഇവിടെ ഞാൻ ടെക്നിക്കൽ അനാലിസിസ് ഒന്നും നടത്തിയില്ല, വെറുതെ നിങ്ങളെ വരച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കേട്ടോ. എന്റെ റിസ്ക് എൻട്രി ഇവിടെ പ്ലാൻ ചെയ്യുന്നു. സ്റ്റോപ്പ് ലോസ് എത്ര, 6-7 പിപ്പാണ്, അത് ഞാനിവിടെ കവർ ചെയ്യുന്നു. അതിനുശേഷം ടാർഗറ്റ് 50 പിപ്പാണ്, 50, 40 പിപ്പാണ്, 40 പിപ്പ് ഇവിടെ ഞാൻ പ്ലേസ് ചെയ്യുക. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്, അതിനുശേഷം GBP/USD നമ്മുടെ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ എൻട്രി പോയിന്റും SL പോയിന്റ് ഒക്കെ നിങ്ങൾക്ക് കാണാം. ഇതിൽ സ്പ്രെഡ് ആഡ് ചെയ്യേണ്ടത് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്, ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാണാത്ത വീഡിയോ പോയി കാണാം. അതിനുശേഷം ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ എൻട്രി പോയിന്റ് SL പോയിന്റും കാണാമല്ലോ, അത് ഇവിടെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അടിക്കാം. GBP/USD ക്ലിക്ക് ചെയ്തു, അതിൽ ട്രേഡ് എന്നൊരു ഓപ്ഷൻ കാണും, ട്രേഡ്. അതിൽ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് എക്സിക്യൂഷൻ, ബൈ ലിമിറ്റ്, സെൽ ലിമിറ്റ്, ബൈ സ്റ്റോപ്സ്, സെൽ സ്റ്റോപ്സ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഇതിൽ നമുക്ക് ആവശ്യമുള്ള 3 കാര്യങ്ങളാണ്: ലിമിറ്റ് ഓർഡർ, ഇൻസ്റ്റന്റ് എക്സിക്യൂഷൻ, ബൈ ലിമിറ്റ്, സെൽ ലിമിറ്റ്, അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് എക്സിക്യൂഷൻ. നമുക്ക് ഈ സ്റ്റോപ്പ് ഓർഡേഴ്സ് ആവശ്യമില്ല. സ്റ്റോപ്പ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് ഓപ്ഷൻ. എന്താണെന്ന് വെച്ചാൽ ഒരു പോയിന്റ് സ്പെസിഫിക് ആയിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ വരച്ച് കാണിച്ചു തരാം, ഒരു പോയിന്റ് സ്പെസിഫിക് ആയിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ ഈ ഒരു ലൈൻ മേലോട്ട് ബ്രേക്ക് ആയാൽ എനിക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് എന്റെ ബൈ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ആവും. അതിനാണ് നമ്മൾ സ്റ്റോപ്പ് ഓർഡേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ബൈ സ്റ്റോപ്സ് യൂസ് ചെയ്ത് എന്താ സംഭവിക്കുക, ഇവിടെ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തു, എന്റെ ഓർഡേഴ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് ബൈ സ്റ്റോപ്സ് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് എപ്പോഴാണോ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആവും. നമുക്ക് അങ്ങനത്തെ ഓർഡേഴ്സ് ആവശ്യമില്ല, അതിനാണ് ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് എന്ന് പറയാം. നമുക്ക് അത് ആവശ്യമില്ല, നമുക്ക് ലിമിറ്റ് ഓർഡേഴ്സ് ആണ് ആവശ്യമുള്ളത്. അപ്പൊ ഞാൻ ലിമിറ്റ് ഓർഡർ ഇവിടെ സെറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് എന്താ വേണ്ടേ, എനിക്ക് ബൈ ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, ബൈ ലിമിറ്റ്, സോറി സെൽസ് ലിമിറ്റ് അല്ല, ബൈ ലിമിറ്റ് എടുക്കുന്നു. എനിക്ക് ഇനി ലോട്ട് സൈസ് എത്ര ഇടണം, എന്റെ റിസ്ക് മാനേജ്മെന്റ് വെച്ച് എന്റെ ലോട്ട് സൈസ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യണം. അതൊക്കെ ഞാൻ ചെയ്ത വീഡിയോ ആണ്, ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ദെൻ എനിക്ക് ഇവിടെ ചെയ്യേണ്ടത് 1 ലോട്ട് ആണെന്ന് വിചാരിക്കുക. 1 സ്റ്റാൻഡേർഡ് ലോട്ടാണ് 1 ലോട്ട്. എനിക്ക് ഇനി അത്രയും വേണ്ട, 0.50 ലോട്ടാണ് 0.50 ലോട്ട്. അപ്പൊ എനിക്ക് ഇവിടെ 1 സ്റ്റാൻഡേർഡ് ലോട്ട് വേണം, ബൈ ലിമിറ്റ്. ഇനി എന്റെ എൻട്രി പ്രൈസ് എവിടെയാ കാണുക, അവിടെ ട്രേഡിംഗ് വ്യൂവിൽ നമുക്ക് ഇവിടെ എൻട്രി പ്രൈസ് കാണാം. നോക്കിയേ, ഞാൻ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ എൻട്രി പ്രൈസ് എന്ന് ഇവിടെ കാണിക്കും 1.28370. ഞാൻ സ്പ്രെഡ് ട്രേഡിംഗ് വ്യൂവിൽ ആഡ് ചെയ്താൽ അത് ഇവിടെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ ആഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്താൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി എന്റെ സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അവിടെ സ്റ്റോപ്പ് ലോസ് എന്നുള്ള നേരെ സ്ഥലത്ത് 28.4 ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഇനി എന്റെ TP പോയിന്റ് നിങ്ങൾക്ക് അവിടെ കാണാം അല്ലെ, പ്രോഫിറ്റിന്റെ അവിടെ TP പോയിന്റ് എവിടെ നോക്കി, പ്രോഫിറ്റ് അവിടെ 28.759, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയും കൊടുത്തു കഴിഞ്ഞ് നമ്മളിവിടെ പ്ലേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓർഡർ അവിടെ എക്സിക്യൂട്ട് ആവും. ഇത് സെർവറിന് എന്തോ ചെറിയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ആ ഓർഡർ അവിടെ കിടന്ന് പെൻഡിങ് കാണിക്കുന്നത്. അല്ലാത്ത പക്ഷം എന്താവും, പെട്ടെന്ന് തന്നെ ആ ഓർഡർ അവിടെ പ്ലേസ് ആവും. അത് പ്ലേസ് ആവോ ഇല്ലയോ എന്തോ ആയിക്കോട്ടെ. ഓക്കെ, ദെൻ ഓക്കെ, പ്ലേസ് ആയിട്ടില്ല. നോക്കട്ടെ, ജസ്റ്റ് ഒരു ഓർഡർ വെറുതെ ഒന്ന് എടുത്ത് നോക്കട്ടെ. 0.1 ലോട്ടിൽ വെറുതെ ഒരു ഇൻസ്റ്റന്റ് എക്സിക്യൂഷൻ, എന്തോ ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് അത് പ്ലേസ് ആവാത്തത്. ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ക്ലോസ് ചെയ്തിട്ട് ഒന്നും കൂടെ ഓപ്പൺ ചെയ്യാം. GBP/USD ചാർട്ട് ട്രേഡ് ലോഗിൻ, ഇത് ചെറിയ സെർവറിന് ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് അത് ആവാത്തത്, അല്ലാത്ത പക്ഷം അതാവും. ഓക്കെ, അപ്പൊ ലിമിറ്റ് ഓർഡർ ആ പ്ലേസ് കൊടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ് ഓർഡർ അവിടെ എക്സിക്യൂട്ട് ആവും. ഇനി നോക്കട്ടെ റണ്ണിങ് ആണോ, അല്ല അത് ക്ലോസ് ആയി. ജസ്റ്റ് ഒരു ട്രേഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കട്ടെ. ഇൻസ്റ്റന്റ് എക്സിക്യൂഷൻ ഓഫ് ക്വാർട്ടേഴ്സ്, ഓക്കെ, എന്റെ ചെറിയൊരു ലോട്ട് ഞാൻ വെറുതെ ഒന്ന് പ്ലേസ് ചെയ്ത് കാണിച്ചതാ കേട്ടോ. 0.50 ലോട്ട് റണ്ണിങ് ആണ്. ഓക്കെ, അപ്പൊ അത് ഇൻസ്റ്റന്റ് ഞാൻ ഇപ്പൊ പറഞ്ഞത്, ഞാൻ ഇപ്പൊ ലിമിറ്റ് ഓർഡർ കാണിച്ചു തന്നു. ലിമിറ്റ് ഓർഡർ ഞാൻ കാണിച്ചു തന്നില്ല, പ്ലേസ് ആയില്ല, ജസ്റ്റ് അതൊന്ന് പ്ലേസ് ചെയ്ത് കാണിച്ചു തരാം. GBP/USD ട്രേഡ്, ദെൻ ബൈ ലിമിറ്റ് നമ്മൾ കൊടുത്ത നമ്പർ 28.370, ദെൻ സ്റ്റോപ്പ് ലോസ് 28.284, ദെൻ ടാർഗറ്റ് 28.789, ദെൻ 1 ലോട്ടാണ് ഞാൻ പ്ലേസ് ചെയ്യുന്നത് ശരിക്കും പ്ലേസ്.
ഈ ലിമിറ്റ് ഓർഡർ ഞാൻ അവിടെ പ്ലേസ് ചെയ്തു. ഇനി എപ്പോഴാണോ പ്രൈസ് നമ്മുടെ ഈ പോയിന്റ് വന്ന് ടാപ്പ് ചെയ്യുന്നത് അപ്പോഴേ നമ്മുടെ ഈ ഓർഡർ പ്ലേസ് ആവുള്ളൂ. സ്പ്രെഡും കൂടെ ആഡ് ചെയ്താലാണ് കറക്റ്റ് ആഡ് ചെയ്യുള്ളൂ, ടാപ്പ് ആവുള്ളൂ കേട്ടോ. അപ്പം പ്രൈസ് അവിടെ വന്ന് ടാപ്പ് ചെയ്താൽ നമ്മുടെ എൻട്രി പ്ലേസ് ആവും. ഇനി നമ്മൾ ഉദ്ദേശിച്ച പോയിന്റ് ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഒന്ന് കാണിച്ചാൽ, ഇവിടെ ഈ ഒരു പോയിന്റ് ആയിരുന്നു, ഇവിടെ നിന്ന് എൻട്രി എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല, എന്നാലും ഞാൻ ജസ്റ്റ് കാണിക്കുകയാണ്. നമ്മൾ വരച്ചു വെച്ച പോയിന്റ് പെട്ടെന്ന് വന്ന് പ്രൈസ് ടാപ്പ് ചെയ്യും. നമുക്ക് ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളവിടെ ബൈ പൊസിഷൻ ഇട്ടു, സ്റ്റോപ്പ് ലോസ് താഴെ കവർ ചെയ്തു, ടാർഗറ്റ് എവിടെ വെച്ചു, എന്നിട്ട് അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഇൻസ്റ്റന്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ലിമിറ്റ് ഓർഡർ ഇടാൻ സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് ലിമിറ്റ് ഓർഡർ GBPUSD ട്രേഡ് ഇൻസ്റ്റന്റ് എക്സിക്യൂഷൻ സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ സ്റ്റോപ്പ് ലോസ് മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട. ഇൻസ്റ്റന്റ് എക്സിക്യൂഷൻ വെറുതെ ബയോ സെല്ലോ ഇടരുത്. സ്റ്റോപ്പ് ലോസ് ആഡ് ചെയ്തതിന് ശേഷം മാത്രം ഈ പറഞ്ഞ കാര്യം ചെയ്യാം. ദെൻ എനിക്ക് 1 ലോട്ട് ആണെങ്കിൽ ബൈ, അക്സെപ്റ്റ്. അപ്പൊ ബൈ 1 ലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് എന്റെ ട്രേഡ് അവിടെ എന്തായി, എക്സിക്യൂട്ട് ആയി. ക്ലിയർ? അപ്പൊ അവിടെ എനിക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് എന്റെ ട്രേഡ് എക്സിക്യൂട്ട്. അപ്പൊ ഇൻസ്റ്റന്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ലിമിറ്റ് ഓർഡർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാനിപ്പോ കാണിച്ചു തന്നു. ഇനി ഈ ഓർഡർ എനിക്ക് ഒരു 50% മേലെ എത്തുമ്പോൾ എന്ത് ചെയ്യണം, അതിന്റെ പാർഷ്യൽ എടുക്കണം. അപ്പൊ മേലോട്ട് എത്തിക്കഴിഞ്ഞാൽ പാർഷ്യൽ എങ്ങനെ എടുക്കാന്ന് കുറെ പേര് ചോദിച്ച കാര്യമാണ്. അപ്പൊ പാർഷ്യൽ എങ്ങനെ എടുക്കാം? ഇപ്പൊ നെഗറ്റീവ് മൈനസ് ആണ്, എന്നാലും ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. പ്രൈസ് ഇപ്പൊ മേലോട്ട് കയറുന്നു, ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ എനിക്ക് പാർഷ്യൽ എടുക്കണം. എന്ത് ചെയ്യണം? GBPUSD ലെഫ്റ്റിലോട്ട് സ്ക്രോൾ ചെയ്യുക, അവിടെ ഒരു പെൻസിലിന്റെ ചിഹ്നം അത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം മോഡിഫിക്കേഷൻ കൊടുക്കണം, സോറി, ഇതിൽ ഈ ശരി എന്നുള്ള ചിക്കൻ മറ്റേ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കൊടുത്ത് എഡിറ്റ് ചെയ്യാൻ മാത്രം. ഇവിടെ ഈ ശരി കൊടുക്കുക, ശരി കാണുന്നുണ്ടോ? അത് കൊടുത്തതിന് ശേഷം ഇവിടെ ടേക്ക് പ്രോഫിറ്റ്, അത് നമുക്ക് വേണമെങ്കിൽ TP എത്ര വെച്ചാൽ മോഡിഫൈ ചെയ്ത് ഇവിടെ തന്നെ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ 1 ലോട്ട് മാറ്റി 0.50 ലോട്ട് ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. എത്ര വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം, 2030. അപ്പൊ ഇവിടെ താഴെ ചോദിക്കും ക്ലോസ് വിത്ത് പ്രോഫിറ്റ് ഇത്ര, അത്രയും ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. ക്ലോസ് ഓഫ് ലോഡ്, ഓക്കെ, അത്രയും ചെയ്യാൻ പറ്റില്ല, മൈനസിലാണ്, അതുകൊണ്ടാട്ടോ. ക്ലോസ് 0.50 ഞാനിവിടെ ക്ലോസ് ചെയ്തു. അപ്പൊ 0. ബാക്കി 50 അവിടെ റണ്ണിങ് ഉള്ളൂ. ഒരു ലോട്ടിൽ നേരെ പകുതി ഞാൻ ക്ലോസ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ ട്രേഡിന്റെ പാർഷ്യൽ ക്ലോസ് ചെയ്യുക. ക്ലിയർ? എനിക്ക് ഇനിയും പാർഷ്യൽ എടുക്കണമെന്ന് വെച്ചാൽ എന്ത് ചെയ്യാം, 0.10 ലോട്ട്, അക്സെപ്റ്റ്, കഴിഞ്ഞു. ഇത് ഈ ബ്രോക്കർ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ കോട്ട് വേണോ വേണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ വരുന്നത്. വേറെ നമ്മുടെ ഫണ്ടിങ് അക്കൗണ്ടാണ് അങ്ങനെയൊന്നും മെസ്സേജ് വരില്ല കേട്ടോ. ദെൻ എഗെയിൻ എനിക്ക് പിന്നെയും പാർഷ്യൽ ക്ലോസ് ചെയ്യണം. 0.10 കൂടെ ക്ലോസ് ചെയ്തു. നോക്കിയാൽ ബാക്കി എത്ര ആണ്, 0.3. എങ്ങനെ എനിക്ക് ക്ലോസ് ചെയ്യണം, എനിക്ക് ഇനി മോഡിഫിക്കേഷൻ ചെയ്യണം. എന്റെ സ്റ്റോപ്പ് ലോസ് എനിക്ക് ബ്രേക്ക് ഈവൻ പോയിന്റിലൂടെ സെറ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? എൻട്രി പോയിന്റിലൂടെ SL ആക്കണം. എന്ത് ചെയ്യണം? ഇവിടെ ലെഫ്റ്റിലോട്ട് ആക്കുക, പെൻസിൽ ഞെക്കുക, ആൻഡ് ദെൻ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എഡിറ്റ് ചെയ്തിട്ട് എത്രയിലോട്ട് വേണ്ട അതിലോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിയർ? ഇത്രയാണ് നമുക്ക് ഒരു കാര്യം നമ്മുടെ ട്രേഡിംഗ് ബ്രോക്കേഴ്സിൽ അല്ലെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ട്രേഡ് മോഡിഫിക്കേഷൻ കാര്യങ്ങളും TP കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതിലൂടെയാണ്. എനിക്കിപ്പോ $15 ഇവിടെ പ്രോഫിറ്റ് ഉണ്ട്. എനിക്ക് അതിന്റെ പാർഷ്യൽ എടുക്കണം എന്ന് വിചാരിക്കാം. 0.50 ലോട്ട് 10 ക്ലോസ് ചെയ്തു. നോക്കിയാ ബാക്കി 40 അവിടെ റണ്ണിങ് ഉള്ളൂ. ക്ലിയർ? ഇത്ര സിമ്പിൾ ആണ് കാര്യങ്ങൾ. ഇതിപ്പോ ഏത് MT4 MT5 ഒക്കെ സെയിം ആണ്. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആൻഡ്രോയിഡിലും iOS-ലുള്ള മാറ്റം മാത്രമേ ഉള്ളൂ. എനിക്കിനി 12 ഫുള്ള് ക്ലോസ് ചെയ്യണം. എന്ത് ഇവിടെ പ്ലസ് നിൽക്കുക, ശരി നിൽക്കുക, ക്ലോസ്, കഴിഞ്ഞു. എനിക്കൊരു GBPUSD ലിമിറ്റ് ഓർഡർ ഇവിടെ ഉണ്ട്. അത് ചെറിയൊരു മോഡിഫിക്കേഷൻ ആണ്. എന്ത് ചെയ്താൽ ഇവിടെ പെൻസിലിന്റെ ചിഹ്നം ഞെക്കുക, കണ്ടോ, മോഡിഫിക്കേഷൻ. ഇത്രേ ഉള്ളൂ കാര്യം. ഇനി എനിക്ക് 0.80 ഈ 8 ലോട്ടാണ് റണ്ണിങ്. ഇതെനിക്ക് ഫുള്ള് ക്ലോസ് ചെയ്യണം. എന്ത് ചെയ്യാം, ശരി, ക്ലോസ്, കഴിഞ്ഞു. ക്ലിയർ? ഇനി GBPUSD ഞാൻ ഇട്ട ലിമിറ്റ് ഓർഡർ ഇതുവരെ പ്ലേസ് ആയിരുന്നു, എനിക്ക് ഡിലീറ്റ് ചെയ്യണം. എന്ത് ചെയ്താൽ മതി, ഡിലീറ്റ്. കണ്ടോ? ഇത്രയേ ഉള്ളൂ നമ്മുടെ ട്രേഡ് മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇത്ര സിമ്പിൾ ആണ്. നമുക്കൊരു ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് പ്ലേസ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഒക്കെ ഇത്രേ ഉള്ളൂ. നമ്മുടെ സ്പ്രെഡ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്ന, റൈറ്റ് സൈഡിൽ കാണിക്കുന്ന 3, 1, 10 കണ്ടോ, അത് വേരിയബിൾ ആയിക്കൊണ്ടിരിക്കും. നമ്മളത് എങ്ങനെ ചെയ്യണം എന്നുള്ള വീഡിയോ ഒക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അത് പോയിട്ട് കാണാം. ഇനി യൂറോ എടുത്താലും ഗോൾഡ് എടുത്താലും ഒക്കെ സെയിം ആണ് കാര്യങ്ങൾ, വേറെ ഒന്നിലും മാറ്റമില്ല. അപ്പം ഇത്രേ ഉള്ളൂ നമുക്ക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം വെച്ച് എന്താക്കാൻ, ഒരു ട്രേഡ് പ്ലേസ് ചെയ്യാനും അത് മോഡിഫിക്കേഷൻ ചെയ്യാനും അതിലെ സ്റ്റോപ്പ് ലോസ് എഡിറ്റ് ചെയ്യാനൊക്കെ ഇത്രയേ ഉള്ളൂ പണി. അപ്പൊ ഇത് മനസ്സിലാവാത്തവർ എന്ത് ചെയ്യുക, ഒന്നും കൂടെ റിപ്പീറ്റഡ് ആയിട്ട് ഇരുന്ന് കാണുക. എന്നിട്ടും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അല്ലാത്ത എന്നിട്ടും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡിസ്കോഡ് ത്രൂ ചോദിക്കുക. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.